വീണ്ടും തൃശ്ശൂരിൽ മിന്നൽ ചുഴലി. പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകട, വാറ്റിപ്പള്ളി പ്രദേശങ്ങളുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശങ്ങളാണ്. വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. സൂരജ്, എപ്പോഴാണ് മിന്നൽ ചുഴലി ഉണ്ടായത്? അതവിടെ ഇപ്പോൾ സർവ്വസാധാരണമാകുന്നുണ്ടല്ലേ സൂരജ്? ഹാഷ്മി, ഇത് മൂന്നാം തവണയാണ് തൃശ്ശൂരിൽ മിന്നൽ ചുഴലി ഉണ്ടാകുന്നത്. തുടർച്ചയായി 1.5 ആഴ്ചക്കിടെ ഇത് മൂന്നാം തവണ മിന്നൽ ചുഴലി തൃശ്ശൂരിൽ അടിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പുതുക്കാട്, കുണ്ടുകടവ്, ആറ്റപ്പള്ളി മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ മാള ഉൾപ്പെടെയുള്ള മേഖലകളിൽ മിന്നൽ ചുഴലി വീശിയടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഒടുവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ വ്യാപക നാശനഷ്ടമാണ് ഈ മേഖലയിൽ അടക്കമുണ്ടായിരിക്കുന്നത്. നിരവധി മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അടക്കയും അതുപോലെ തന്നെ തെങ്ങ് ഉൾപ്പെടെയുള്ള മരങ്ങളാണ് കടപുഴകിയിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ജാതിത്തോപ്പ് അടക്കം പൂർണ്ണമായും നശിച്ച സാഹചര്യമുണ്ട്. വീടുകൾക്ക് മുകളിലേക്കാണ് ഈ മരം ഉൾപ്പെടെ കടപുഴകി വീണിരിക്കുന്നത്. അതോടൊപ്പം ഈ വൈദ്യുതി വേലികളിലേക്കും വൈദ്യുതി ലൈൻ കമ്പികൾക്ക് മുകളിലേക്കും മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മേഖലയിൽ നിരവധി വൈദ്യുത തൂണുകൾ അടക്കം തകർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ വ്യാപക നാശനഷ്ടം ഇന്നും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 4 വീടുകളും അതുപോലെ തന്നെ ഒരു കാറും കടപുഴകി ഈ പുതുക്കാട് മേഖലയിൽ എന്നുള്ളതാണ്. SN പുരം അതുപോലെ തന്നെ ഈ മാള ഭാഗത്തും ഇത്തരത്തിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹാഷ്മി, ഓക്കെ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 3 തവണ മിന്നൽ ചുഴലി, അതിലൊക്കെ വ്യാപക നാശനഷ്ടം. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് മാറുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാകുന്നുണ്ട് മിന്നൽ ചുഴലികൾ.